തിരുവനന്തപുരം നാലാഞ്ചിറയിൽ ഭാര്യയെ ഭർത്താവ് കഴുത്തറുത്തു കൊന്നു. മണക്കാട് സ്വദേശി ഹസീനയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് സുരേഷ് ഒളിവിലാണ്. വിജിൻ വായന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, അതിക്രൂരമായ ഒരു കൊലപാതക വാർത്തയാണ് പുറത്തു വരുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? നാലാഞ്ചിറയിലെ വാടക വീട്ടിൽ ഇന്ന് രാവിലെ ആണ് ഭർത്താവ് സുരേഷ് ഭാര്യ ഹസീന ബീവിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. ഇവർ തമ്മിൽ നേരത്തെ തന്നെ കുടുംബവഴക്ക് ഉണ്ടായിരുന്നു. ആ കുടുംബവഴക്ക് തുടരുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഹസീന ബീവിയെ കാണാതായി എന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ആഴ്ചയോടെയാണ് ഹസീന ബീവി തിരികെ വീട്ടിലേക്ക് എത്തുന്നത്. ആ ഘട്ടം മുതലെല്ലാം ഇവർ തമ്മിൽ വഴക്കുണ്ടായിരുന്നു. ഈ നാലാഞ്ചിറയിലേക്ക് 4 മാസം മുമ്പ് മാത്രമാണ് ഹസീന ബീവിയും ഒപ്പം തന്നെ സുരേഷും വീട്ടിലേക്ക് താമസിക്കാനെത്തിയത്. വാടക വീടാണ് നാലാഞ്ചിറയിൽ ഉള്ളത്. 18 വയസ്സും 17 വയസ്സും ഒപ്പം തന്നെ 8ഉം 9ഉം വയസ്സുള്ള കുട്ടികൾ, 4 കുട്ടികൾ ഹസീന ബീവിക്കും സുരേഷിനും ഉണ്ട്. നേരത്തെ ചെന്നൈയിലേക്ക് അവർ ഒരു സുഹൃത്തിന്റെ കൂടെ പോയി എന്നുള്ള വിവരങ്ങൾ ഒക്കെ ഉണ്ട്. അങ്ങനെ കൂടുതൽ വിവരങ്ങൾ എന്തായാലും നാട്ടുകാർക്കോ ഇവിടെയുള്ള ആളുകൾക്കോ ഒന്നും അറിയില്ല, അയൽവാസികൾക്ക് ഒന്നും അറിയില്ല. കാരണം വളരെ ചുരുക്കം മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ ഹസീന ബീവിയും സുരേഷും ഇവിടെ താമസത്തിന് എത്തിയിട്ട്. വട്ടിയൂർക്കാവ് സ്വദേശിയാണ് സുരേഷ്, ഒപ്പം തന്നെ മണക്കാട് സ്വദേശിയാണ് ഹസീന ബീവി. അവർ രണ്ടുപേരും കാലങ്ങളായി വിവാഹം കഴിഞ്ഞ് താമസിക്കുന്നതാണ്. അങ്ങനെ 4 കുട്ടികളുണ്ട്. 18 വയസ്സാണ് മൂത്ത മകന് ഉള്ളത്. അങ്ങനെ അതിനിടയിലാണ് ഈ കുടുംബവഴക്കുണ്ടാവുകയും സംശയരോഗം ഒക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തതിന്റെ ഭാഗമായി ഇന്ന് പുലർച്ചെ 5 മണിയോടെ എന്നാണ് പോലീസ് പറയുന്നത് കത്തിയെടുത്ത് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. സുരേഷ് ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന കാറിൽ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹസീന ബീവിയുടെ മൃതദേഹം അത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്, പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തേണ്ടതുണ്ട്. അത്തരം നടപടിക്രമങ്ങളൊക്കെ നിലവിൽ എന്തായാലും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഇവിടുത്തെ സ്ഥലം കൗൺസിലർ കൂടെ ഉണ്ട്. പോലീസ് ഉൾപ്പെടെയുള്ളവർ വീടിനകത്താണ് നിലവിലുള്ളത്. മക്കൾ 4 പേരും അകത്തുണ്ട്. ഇവരെ നേരത്തെ അറിയായിരുന്നു സുരേഷ്? ഞാൻ ഇന്ന് പറഞ്ഞപ്പോഴാണ് ഇവരെ കുറച്ച് ഇവിടെ താമസിക്കണം എന്നുള്ളത്. 4 മാസമല്ലേ ഉള്ളത്. ഇലക്ഷൻ സമയത്തൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇവിടെ വീട്ടിലേക്ക് വേറെ നേരത്തെ താമസിച്ചിരുന്നവരുണ്ടായിരുന്നു. അവരെ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. ഇപ്പം എന്നെ അറിഞ്ഞ് ആണ് ഞാൻ ഓടിയെത്തിയത്. എങ്ങനെയാണ് അറിഞ്ഞത്? ഇവിടെ നിന്ന് ഒരാഴ്ച ഫോൺ ചെയ്ത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നത്. വേറെ ഒരു ഡീറ്റെയിൽസും എനിക്ക് പറയാൻ. പോലീസ് എന്താ പറയുന്നത്? എത്ര മണിയോടെയാണെന്ന് പറഞ്ഞു? ഇപ്പം അവരാരും ഞാൻ കണ്ടില്ല. ഇവിടെ ആയിരിക്കുന്നത് കണ്ടുള്ളൂ. ഒരു കുറച്ച് കാലമായിട്ടുള്ളൂ. 4 മാസം കൊണ്ടായിരുന്നു. 4-6 മാസത്തിനകത്ത്. നേരത്തെ ആൽവാസികൾ അങ്ങനെ എന്തെങ്കിലും വഴക്കുണ്ടോ? അങ്ങനെ ഒന്നും അറിഞ്ഞൂടാ. ഞാൻ ഇവിടെ വന്ന് തിരക്കിയിട്ടാണ് ഇപ്പോൾ പറയുന്നത്. അപ്പം ഇവർ ആരുമായിട്ടും ബന്ധമില്ലെന്നാണ് പറഞ്ഞത്. നാട്ടുകാരുമായിട്ട് ആർക്കും ഒരു ബന്ധമില്ലെന്നാണ് ഇവിടെ അന്വേഷണമാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ ബന്ധം നാട്ടുകാരുമായോ അയൽവാസികളുമായോ ഒന്നും ഈ കുടുംബത്തിനില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിചയവും ഇവർക്കാർക്കുമില്ല. ഇപ്പോൾ കൗൺസിലറാണ് നമ്മൾ സംസാരിച്ചത്. അവർക്കും കൂടുതൽ പരിചയമൊന്നുമില്ല. ഇലക്ഷൻ സമയത്ത് വീട് കയറാനൊക്കെ എത്തിയ ഘട്ടത്തിൽ കണ്ടിരുന്നു എന്നുള്ള ബന്ധം മാത്രമാണ് ഉള്ളത്. ഈ ഹസീനയുടെ സഹോദരൻ തൊട്ടടുത്ത പട്ടം പെട്രോൾ പമ്പിലാണ് ജോലി ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അറിയിച്ചതനുസരിച്ചിട്ടാണ് ഇവിടുത്തെ നാട്ടുകാർ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായ വിവരങ്ങളൊക്കെ അറിയുന്നത്. ഈ കുട്ടികൾ ആയിരിക്കണം ഒരുപക്ഷെ ഹസീനയുടെ സഹോദരനെ വിവരം അറിയിച്ചിട്ടുണ്ടാവുക. അങ്ങനെ എന്തായാലും ഈ പ്രദേശത്തെ നടുക്കിയ ഒരു കൊലപാതകം, എങ്ങനെയാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിയത് എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള വ്യക്തത വരണം. അവസാന ഇന്ന് രാവിലെ ഒക്കെ എന്ത് തരത്തിലുള്ള വഴക്കാണ് ഉണ്ടായത്? കാരണം ഇവർ പോയ ശേഷം തിരിച്ചെത്തിയിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി ഇവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലാണ് പെരുന്നാൾ കഴിഞ്ഞത്. പെരുന്നാളിന് മക്കൾക്കുൾപ്പെടെ വസ്ത്രങ്ങളെല്ലാം സുരേഷ് വാങ്ങി നൽകിയിരുന്നു. അങ്ങനെ ആ ചടങ്ങുകളൊക്കെ നടത്തിയിരുന്നു എന്നതാണ് പറയുന്നത്. അത് ഈ സഹോദരനിൽ നിന്ന് ലഭിച്ച വിവരമാണ്. അത്തരത്തിൽ ഒക്കെ നടന്നതിനിടയിലാണ് പെട്ടെന്ന് ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അതിൻ്റെ ഒരു നടുക്കത്തിൽ തന്നെയാണ് ഈ വീട്. വാടക വീടെന്ന് പറയുന്നത് ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന വീടാണ്. ഒരു ചെറിയ സ്ഥലങ്ങൾ, ഒരു ചെറിയ വഴിയിലൂടെ കടന്നു വരുമ്പോൾ തൊട്ടടുത്തൊക്കെ ഇങ്ങനെ അടുത്തടുത്തായുള്ള വീടുകൾ ഒക്കെയുള്ള പ്രദേശമാണ്. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുകയാണ്. അകത്ത് ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ നിലവിൽ പോലീസ് നടത്തുന്നുണ്ട്. രാവിലെ തന്നെ പോലീസ് എത്തി മൃതദേഹം അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് നിലവിൽ മാറ്റിയിട്ടുണ്ട്. അതിൽ കൂടുതൽ വ്യക്തത വരുത്താനുള്ള ഒരു നീക്കം തന്നെയാണ് എന്തായാലും പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് കരുതുന്നത്. എന്തായാലും ഈ കുടുംബ വഴക്ക് ആണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. സുരേഷ് എങ്ങോട്ടാണ് കടന്നു കളഞ്ഞത് എന്നുള്ളത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾക്കായുള്ള അന്വേഷണം നിലവിൽ നടത്തുകയാണ്. അധിക ദൂരം പോയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. കൊലപാതകം നടന്നു കഴിഞ്ഞ ഉടനെ തന്നെ സുരേഷ് ഇവിടുത്തെ കാറുമായി കടന്നു കളഞ്ഞു എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട നിലയിൽ സുരേഷിനെ കണ്ടെത്താനുള്ള അന്വേഷണം ഉൾപ്പെടെ പോലീസ് നടത്തുന്നുണ്ട്. അതിന്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഇവിടെ പരിശോധന ഉൾപ്പെടെ നടത്തുന്നുണ്ട്.
നടക്കുന്നുണ്ട്. മുതിർന്ന കുട്ടികളാണ്, 18 വയസ്സായതാണ് മൂത്ത മകൻ. അതുകൊണ്ട് തന്നെ മൂത്ത മകനിൽ നിന്നുൾപ്പെടെ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ആ വിവരങ്ങൾ കൂടി ശേഖരിച്ച ശേഷം സുരേഷിനെ കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത നടപടിക്രമം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടവും മറ്റ് നടപടിക്രമങ്ങളും എല്ലാം പൂർത്തിയാക്കി ഏത് വീട്ടിലേക്കാണ് മൃതദേഹം എത്തിക്കേണ്ടതുൾപ്പെടെയുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും. ബന്ധുക്കൾ ഉൾപ്പെടെ അത് ഏത് രീതിയിലാണ് എന്നുള്ള കാര്യത്തിൽ പോലീസുമായി ആലോചിച്ച് തീരുമാനമെടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.